ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വാർത്തയിലേക്ക് വീണ്ടും CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ തൈക്കണ്ടി ഇഡിയുടെ ചോദ്യമുനയിലേക്ക് എത്തുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 10:30 കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് സമൻസ് നൽകിയിരിക്കുന്നത്. വീണയ്ക്കെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്നാണ് ഇഡി പറയുന്നത്. വീണ തൈക്കണ്ടിയുടെ വിദേശ അക്കൗണ്ടും സ്വത്തുക്കളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ശശിധരൻ കത്തയുടെ ഭാര്യയും മകനും ഉദ്യോഗസ്ഥരുമടക്കം 9 പേർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു. പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്നാണ് ഇഡി ഡയറക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമൻസിനെതിരെ നിയമ നടപടികളുമായി വീണ മുന്നോട്ട് പോയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. CPIM ഇതിൽ പ്രതിരോധം തീർക്കുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുകയാണ്. SS ശരണും ശ്യാം ദേവരാജും വിവരങ്ങളുമായി ആദ്യം ശരണിലേക്കാണ്. ശരൺ, ഇഡി വിളിപ്പിച്ചിരിക്കുന്നു, വീണയെ സമൻസ് നൽകിയിരിക്കുന്നു. 12-ാം തീയതി രാവിലെ 10:30 കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വീണ ഹാജരാകണം അല്ലേ? സ്മൃതി, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. വെള്ളിയാഴ്ച രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് സമൻസ് വീണയ്ക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വീണാട്ടി ഈ സമൻസ് കൈപ്പറ്റിയ ശേഷം എന്തായിരിക്കും അവരുടെ നീക്കമെന്നുള്ളത് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വീണ കോടതിയിലേക്ക് പോകുമോ മറിച്ച് കൊച്ചി ഓഫീസിൽ ഹാജരാകുമോ എന്നുള്ളതാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും വീണയ്ക്കൊപ്പം തന്നെ മറ്റ് 8 പേർക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് ഇഷ്യൂക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് CMRL MD ആയ ശശിധരൻ കർത്തയാണ്. ഇതിനു പുറമെ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്ത, ഒപ്പം ഈ ശശിധരൻ കർത്തയുടെ മകനും മകൾക്കും ഭാര്യയ്ക്കും അടക്കമാണ് സമൻസ് പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് വീണയ്ക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. മറിച്ചൊരു റോവിംഗ് എൻക്വയറി അല്ല ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും അതിൽ കൂടി വ്യക്തത വരുത്തിയ ശേഷമാണ് ഇപ്പോൾ സമൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായും വെള്ളിയാഴ്ച വീണ ടി ഹാജരായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 2.78 കോടിയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ചോദ്യം ചെയ്യലിലേക്കാണ് നീങ്ങുകയും ചെയ്യുക. നേരത്തെ നമുക്കറിയാം അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ CMRL എക്സാലോജിക്കും തമ്മിൽ നടക്കുന്നു. വീണയ്ക്ക് മാത്രം 3 ലക്ഷം രൂപ പ്രതിമാസം 3 ലക്ഷം രൂപ ലഭിക്കുന്നു. ഒപ്പം എക്സാലോജിക്കിന് 5 ലക്ഷം ലഭിക്കുന്നു. അങ്ങനെ 96 ലക്ഷത്തിന്റെ ഇടപാടാണ് ഒരു വർഷം നടന്നത്. അങ്ങനെയാണ് ഈ 2.78 എന്നുള്ള കണക്കിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ പണമൊക്കെ തന്നെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്, ഒപ്പം തന്നെ ഈ പണം കൈപ്പറ്റിയ ശേഷം അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചെന്നുള്ള കാര്യത്തിലും വീണയ്ക്ക് വ്യക്തത വരുത്തേണ്ടി വരും. അതായത് വീണയുടെ 2 പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം തുടരുകയാണ്. ഒന്ന്, ഈ റെയ്ഡുകൾക്ക് പിന്നാലെ HDFC ബാങ്കിലെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതാണ്. ഇതിനു പുറമെ വീണയ്ക്ക് അബുദാബിയിൽ ഉണ്ടായിരുന്ന 2019 പൂട്ടിയ അക്കൗണ്ട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു വിവരശേഖരണം നടക്കുന്നതിനിടയിൽ കൂടിയാണ് വീണ ടിയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും വീണയ്ക്കെതിരെ പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് നേരത്തെ റെയ്ഡിൽ നിന്ന് ചില തെളിവുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഇഡി പറഞ്ഞിരുന്നതാണ്. അതിൽ തന്നെ ഡീറ്റെയിൽ തെളിവുകൾ അടക്കം ലഭിച്ചിരുന്നു. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഇഡിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അതായത് ഈ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ ഇഡിക്ക് ലഭിച്ചിരുന്നതാണ്. പക്ഷേ അതിനൊപ്പം സമർപ്പിച്ചിരുന്ന 134 സുപ്രധാന അനുബന്ധ രേഖകൾ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ആ 134 രേഖകൾ